നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. തൃശൂർ മണലൂരിൽ വീടിന് മുകളിൽ മരം വീണ് യുവാവിന് ദാരുണാന്ത്യം. മണലൂർ സ്വദേശി 27 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. ഇവർ താമസിക്കുന്ന ഓടിട്ട വീടിന് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരം വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. വിഷ്ണു കിടന്നിരുന്ന മുറിക്ക് മുകളിലേക്കാണ് മരം വീണത്. പോലീസും ഫയർഫോഴ്സും എത്തി മരം മുറിച്ചു മാറ്റിയാണ് വിഷ്ണുവിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വൻ ഇടിവ്. ഒരു പവൻ സ്വർണത്തിന് 2200 രൂപ കുറഞ്ഞ് 1,12,000 രൂപയായി. ഗ്രാമിന് 275 രൂപ കുറഞ്ഞ് 14,000 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളിയാഴ്ചത്തെ നിരക്കിൽ നിന്നും വലിയ വില ഇടിവാണ് ശനിയാഴ്ച രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ച പവന് 1,14,200 രൂപയും ഗ്രാമിന് 14,275 രൂപയുമായിരുന്നു വില. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുകയാണ്. നിരക്കിലെ തുടർച്ചയായുള്ള ഈ കുറവ് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്ന സാധാരണക്കാർക്കും നിക്ഷേപകർക്കും വലിയ ആശ്വാസമാണ്. ആഗോള വിപണിയിലെ ചലനങ്ങളാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. ഇനിയും വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് ഉപയോക്താക്കൾ. ആളൂരിൽ MDMAയുമായി 2 യുവാക്കളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. താഴേക്കാട് പൊണോളി വീട്ടിൽ ആയുഷ് ജയൻ, ആളൂർ പൊരുന്നംകുന്ന് പുള്ളൂർ കരിവാൻ വീട്ടിൽ വിഷ്ണുദേവ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ആയുഷ് ജയന്റെ വീട്ടിൽ പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഇവർ വലയിലാകുന്നത്. വീട്ടിലെ കിടപ്പുമുറിയിൽ ഒന്നിച്ചിരിക്കുകയായിരുന്ന ഇരുവരുടെയും പക്കൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നിരോധിത മയക്കുമരുന്നായ MDMA പോലീസ് കണ്ടെടുത്തെന്ന് പോലീസ് പറഞ്ഞു. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ആയുഷ് ജയൻ ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ആളൂർ പോലീസ് സ്റ്റേഷൻ SI മനു P ചെറിയാൻ, GASI ബൈജു, CPOമാരായ സനില, ആകാശ്, ഡാൻസ് ഓഫ് അംഗങ്ങളായ GSI ജയകൃഷ്ണൻ, GSCPOമാരായ കൃഷ്ണദാസ്, ഷിൻഡോ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും കുട്ടികളെയും ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച MDMAയും കഞ്ചാവുമായി ഒരാളെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. വരന്തിരിപ്പള്ളി വേളൂപ്പാടം കുട്ടൻചിറ മണക്കുളങ്ങര പറമ്പിൽ വീട്ടിൽ മുനീറാണ് അറസ്റ്റിലായത്. ജൂൺ 3-ാം തീയതി രാത്രി 9 മണിയോടെ വരന്തിരിപ്പള്ളി പൗണ്ടിൽ വെച്ച് വരന്തിരിപ്പള്ളി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ വലയിലായത്. ഇയാളിൽ നിന്നും കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച MDMA പോലീസ് കണ്ടെടുത്തു. തുടർന്ന് ഇയാൾ ഉപയോഗിച്ചിരുന്ന ഓട്ടോറിക്ഷയിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഡാഷ്ബോർഡിൽ ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. കുട്ടികൾക്ക് ലഹരി വസ്തുക്കൾ വിറ്റഴിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പ്രതിക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പായ സെക്ഷൻ 77 കൂടി ചുമത്തിയാണ് വരന്തിരിപ്പള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മുനീർ വരന്തിരിപ്പള്ളി, കാട്ടൂർ, പുതുക്കാട്, ഒല്ലൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു മോഷണക്കേസിലും മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 2 കേസുകളിലും 8 ക്രിമിനൽ കേസിലും പ്രതിയാണ്. വരന്തിരിപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO KN മനോജ്, GSI അലി, GASI റനീഷ്, CPOമാരായ രാകേഷ്, സമിതി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വെള്ളിക്കുളങ്ങര കുട്ടികൾക്ക് വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച നിരോധിത പുകയിലുൽപ്പന്നങ്ങളുമായി ഒരാൾ പോലീസ് പിടിയിൽ. വെള്ളിക്കുളങ്ങര സ്വദേശിയായ നാലകത്ത് വീട്ടിൽ ഫൈസൽ അബ്ദുള്ളയാണ് പിടിയിലായത്. ജൂൺ 4-ന് രാവിലെ വെള്ളിക്കുളങ്ങര ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നുമാണ് ഇയാൾ പിടിയിലായത്. ഇയാൾക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഫൈസൽ കുട്ടികൾക്ക് വിൽപ്പന നടത്തുന്നതിനായി നിരോധിത പുകയിലുൽപ്പന്നങ്ങൾ സൂക്ഷിച്ചതിന് 2021 വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ പ്രതിയാണ്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ SI N പ്രദീപ്, CPOമാരായ മനോമോഹൻ, അഖിൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊടകര പഞ്ചായത്തിലെ പുലിപ്പാറക്കുന്നിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് അംഗം സ്മിത മനോജ് ഉദ്ഘാടനം ചെയ്തു. സയൻസ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ കോളേജിൽ നടന്ന ചടങ്ങിൽ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ മാവിൻ തൈ നട്ടുകൊണ്ട് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭൂമിത്ര സേന ക്ലബിന്റെ ഉദ്ഘാടനം വനമിത്ര പുരസ്കാര ജേതാവായ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ നിർവഹിച്ചു. പ്രകൃതിയും സാഹിത്യവും എന്ന
വിഷയത്തിൽ മലയാള വിഭാഗം സംഘടിപ്പിച്ച സിംപോസിയം കവിയും ഇംഗ്ലീഷ് വിഭാഗം മേധാവിയും IQAC കോർഡിനേറ്ററുമായ ഷീന സാറാവിനി ഉദ്ഘാടനം ചെയ്തു. NCC യൂണിറ്റിന്റെയും ഹ്യൂമൻ എക്സലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ ക്യാമ്പസിൽ ശുചീകരണം സംഘടിപ്പിച്ചു. ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷനുമായി സഹകരിച്ച് NSS യൂണിറ്റും MAW വിദ്യാർത്ഥികളും ഉന്നിത് ഭാരത് അഭിയാൻ പ്രവർത്തകരും ചേർന്നുണ്ടാക്കിയ സീഡ് ബോൾ അതിരപ്പിള്ളി വനനിരകളിൽ നിക്ഷേപിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മുനിയാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്പെഷ്യൽ ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ ഹരിതസഭ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജെ ചിറ്റലപ്പിള്ളി ഓണത്തിന് ഒരു മുറം പച്ചക്കറി കൃഷി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമിത പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. സ്ഥിരസമിതി അധ്യക്ഷന്മാരായ നികിത അനൂപ്, AM ജോൺസൺ, സുനിത മുരളി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AS സുനിൽകുമാർ, VR ഷൈജു, CS അജീഷ്, ജ്യോതി സരിൻ, സുരേഷ് ബാബു, ഷീജ മോഹൻ, TK ശശി, EV ബിന്ദു, അഞ്ജലി ഷാബോ, ഷാരി വീനസ്, ആസൂത്രണ സമിതി അംഗം ബാസുരംഗൻ, കൃഷി ഓഫീസർ അഞ്ജു ബി രാജ, അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് മുകുന്ദൻ, ഹരിതകർമ്മസേന കോർഡിനേറ്റർ ശിഖാമണി, കുടുംബശ്രീ ചെയർപേഴ്സൺ മിനി സത്യൻ എന്നിവർ പ്രസംഗിച്ചു. പാലാഴി സ്വാമി ആഗമാനന്ദ ബാലസദനത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തെപ്പറ്റി എഴുത്തുകാരനായ കുന്നം വിഷ്ണു, VV സുരേന്ദ്രൻ, ഹരി മണമേൽ എന്നിവരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ബാലസദനത്തിലെ കുട്ടികൾ ഫലവൃക്ഷ തൈകൾ നട്ടു. തുടർന്ന് പരിസ്ഥിതി ദിന പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,000 രൂപയും പവന് 1,12,000 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് വെള്ളേപ്പറമ്പൻ ത്രേസിക്കുട്ടി അന്തരിച്ചു. 94 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.